ശരിക്കും ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് രോമാഞ്ചം വന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് ശേഷമുള്ള വൈക്കിംഗ് ക്ലബ് സെലിബ്രേഷൻ. ഐസ്ലാൻഡ് നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെത് ബംഗളൂരു എഫ് സി കോപ്പി അടിച്ചു. ബംഗളൂരു എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പൊക്കി എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ആവേശത്തിന്റെയും രോമാഞ്ചത്തിന്റെയും ഉത്തുംഗ ശൃംഗത്തിലേക്ക് നയിക്കുന്ന അഡ്രിനാലിനായിട്ടുള്ള ആ വൈക്കിംഗ് ക്ലബ് സെലിബ്രേഷൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് നമ്മളുടെ ആദ്യ സീസണിൽ ഒരു പൊട്ടിയ മുട്ടത്തലയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഇടിമുഴക്കം പോലെ ഇടിച്ചു കയറിയ ഇയാൻ എഡ്വേർഡ് ഹ്യൂമി എന്ന നമ്മുടെ സ്വന്തം ഹ്യൂമേട്ടനാണ് എന്ന് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിലേക്ക് കയറി കുട്ടികളിലേക്കായിരുന്നു അദ്ദേഹം ആ വൈക്കിംഗ് ക്ലബ് സെലിബ്രേഷന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു കൊടുത്തത്. പിന്നീട് അതേറ്റ് എടുത്തത് ജനഹൃദയങ്ങളായിരുന്നു. പിന്നീട് ഇയാൻ ഹ്യൂം ആരാധകർക്ക് വേണ്ടി കുരുന്നുകളിലൂടെ കുത്തിവെച്ച ആ വീര്യമാണ് പിന്നീട് പടർന്ന് പന്തലിച്ച് എതിരാളികളെ വിറപ്പിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്ഥിരകളിലെ ഊർജ്ജം ഭ്രമിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന വൈക്കിംഗ് ക്ലബ് സെലിബ്രേഷനായി മാറിയത്. യഥാർത്ഥത്തിൽ ആ വൈക്കിംഗ് ക്ലബ് സെലിബ്രേഷൻ ആരുടെയും കോപ്പി അടിച്ചതൊന്നുമില്ല. ഇയാൻ ഹ്യൂം ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിലെ കുരുന്നുകളിലൂടെ കൊളുത്തിവിട്ട ആ ഒരു തിരുനാളം ആളിക്കത്തി പടർന്നു വന്നൊരു അഗ്നിജ്വാലയായി മാറാൻ പോകുന്ന കാട്ടുതീയാണ്. യെസ്, ദാറ്റ്